റിലീസിന് തയ്യാറെടുക്കുന്ന വീരം എന്ന ചിത്രമാണ് മലയാളത്തിൽ ഇതുവരെ ഒരുങ്ങിയതിൽ ഏറ്റവും ചെലവേറിയ ചിത്രം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി ജയരാജൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആകെ ചെലവ് 35 കോടിയാണെന്നാണ് വിവരം. ചെലവേറിയ ചിത്രങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ഏറ്റവും ആദ്യം മലയാളത്തെ ബോധ്യപ്പെടുത്തിയ ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ. 27 കോടി രൂപയ്ക്കാണ് മമ്മൂട്ടി നായകനായ ചിത്രം ഗോകുലം ഫിലിംസ് നിർമ്മിച്ചത്. ഈ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന മോഹൻലാലിന്റെ പുലിമുരുകന്റെ സ്ഥാനം. 24 കോടി രൂപയ്ക്കാണ് പുലിമുരുകൻ നിർമ്മിച്ചത്. വെറുതെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുക്കാൻ വേണ്ടി പണം ചെലവഴിച്ചതല്ല എന്നാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജും ആര്യയും ഷാജി നടേശനും സന്തോഷ് ശിവനും അടങ്ങുന്ന സംഘം ആദ്യമായി നിർമ്മിച്ച ചിത്രമാണ് ഉറുമി. പീരിയോഡിക് ഡ്രാമ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ചിത്രത്തിന് 20 കോടി ചെലവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ആഗസ്റ്റ് സിനിമാസിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഡബിൾ ബാരൽ. തീർത്തും ഒരു പരീക്ഷണ ചിത്രം. 15 കോടി രൂപയ്ക്കാണ് ഈ ഗാങ്സ്റ്റർ കോമഡി ചിത്രം നിർമ്മിച്ചത്. എന്ന് നിന്റെ മൊയ്തീൻ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ്. പല ഷെഡ്യൂളുകളിലായി പൂർത്തിയാക്കിയ ചിത്രത്തിന് വേണ്ടി 12 കോടി രൂപ ചെലവിട്ടു എന്നാണ് സത്യം. ഒരുപാട് പ്രതീക്ഷയോടെ എത്തിയ ചിത്രമാണ് മോഹൻലാലിന്റെ കാസനോവ. ആ സമയത്ത് മലയാളം കണ്ട ഏറ്റവും ചിലവേറിയ ചിത്രം ആയിരുന്നു കാസനോവ. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ചിത്രത്തിന്റെ ബജറ്റ് 12 കോടി രൂപയായിരുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.